ശുദ്ധിമാന്മാർ ഗണം കാഹളം കേൾക്കുമ്പോൾ വാനിൽ പോകും. കാത്തിരിക്കുന്നവൻ ശുദ്ധിമാന്മാർ ഗണം കാഹളം കേൾക്കുമ്പോൾ വാനിൽ പോകും. യേശു കർത്താവിന്റെ പൊന്മുഖം കാണുമ്പോൾ എത്രയോ സന്തോഷം സോദരരേ. യേശു കർത്താവിന്റെ പൊന്മുഖം കാണുമ്പോൾ എത്രയോ സന്തോഷം സോദരരേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് ഒരു എളിയ സാക്ഷിയായിട്ട് നിങ്ങളുടെ മുമ്പാകെ വീണ്ടും ബലഹീനായ അടിയനെ നിൽക്കുവാനുള്ള കൃപ ലഭിച്ചതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക നാളുകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്നുള്ളതാണ്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്, യേശുവിൻ്റെ വീണ്ടും വരവ്. ഇത് കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ 1ഉം 2ഉം വരവുകൾ പ്രവചിച്ചിട്ടുണ്ട്. അതുകൂടാതെ ദൂതന്മാരും യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തികളിലും ലേഖനങ്ങളിലും മുഴുവനും അപ്പസ്തോലന്മാരും പരിശുദ്ധാത്മാവിൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനോടനുബന്ധിച്ച് കർത്താവ് അനേകം അടയാളങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, മുന്നറിയിപ്പുകൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ അനേക മുന്നറിയിപ്പുകൾ അവിടെ ദൈവം തരുന്നുണ്ട്. അതിലൊരു മുന്നറിയിപ്പാണ് 4-ാം വാക്യത്തിൽ പറയുന്നു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആരും നിങ്ങളെ വഞ്ചിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ലോകാവസാനത്തിന് മുമ്പായിട്ട് അടയാളങ്ങൾ അനേകം പറയുമ്പോൾ കർത്താവ് പറയുന്ന പ്രധാന അടയാളങ്ങളിൽ ഒന്നാണ് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. ശിഷ്യന്മാരൊരിക്കൽ ചോദിച്ചു, അതെപ്പോൾ സംഭവിക്കും? ദേവാലയ നാശത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞപ്പോഴാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്, അത് എപ്പോൾ സംഭവിക്കും? എന്നിട്ട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, നിൻ്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള അടയാളം എന്ത് എന്ന് ചോദിക്കുകയാണ്. നിൻ്റെ രണ്ടാമത്തെ വരവിനുള്ള അടയാളം എന്ത്, ലോകാവസാനത്തിനുള്ള അടയാളം എന്ത് എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോഴാണ് കർത്താവ് അനേക മുന്നറിയിപ്പുകൾ കർത്താവ് പറയുന്നത്. 5 മുന്നറിയിപ്പുകൾ കർത്താവ് അവിടെ തരുന്നുണ്ട്. അതിലൊരു മുന്നറിയിപ്പാണ് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നുള്ളതായ മുന്നറിയിപ്പ്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പായിട്ട് അനേകരും വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന്. അന്ത്യകാല ലക്ഷണങ്ങളിൽ ഒന്നാണ് വഞ്ചന. പിശാച് അനേകരെ വഞ്ചിക്കും. എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്ന സമയമാണ് ഈ കാലഘട്ടം. അനേക കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കുന്ന കാലഘട്ടമാണിപ്പോൾ. അനേക ദുരുപദേഷ്ടകന്മാർ എഴുന്നേൽക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. പിശാച് അനേക വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ട് അനേകരെ വഞ്ചിക്കും. ലോക കാര്യങ്ങൾ ഇടപെടുമ്പോഴും വഞ്ചിക്കും, ആത്മീയ കാര്യങ്ങളിലും വഞ്ചിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ വഞ്ചന ആത്മീയ പ്രസ്ഥാനങ്ങളിലാണ്. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിക്കുവൻ എന്നാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. യേശു എപ്പോഴാണ് മടങ്ങി വരുന്നത് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നില്ല. അടയാളങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ യേശു എപ്പോൾ വരും, എന്തുകൊണ്ടായിരിക്കും അത് ദൈവം മറച്ചു വയ്ക്കുന്നത്? യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ഏത് ദിവസമായിരിക്കുമെന്നും ഏത് നാഴികയായിരിക്കുമെന്നും എന്തുകൊണ്ടായിരിക്കും പറയാത്തത്? പലരും ചിന്തിക്കുന്നുണ്ടാകാം. പ്രിയമുള്ളവരെ, അപ്പോൾ ഒരു മറുചോദ്യം ചോദിക്കാനുണ്ട്. നമ്മുടെ മരണം എപ്പോഴാണ് എന്ന് ദൈവം പറയുന്നില്ലല്ലോ. നമ്മൾ ഏത് ദിവസം മരിക്കുമെന്നുള്ള കാര്യം ദൈവം പറയുന്നില്ലല്ലോ. ഈ ഭൂമിയിൽ ജനിച്ചവരെല്ലാം ഒരു ദിവസം മരിക്കും. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടും, ജീവൻ മാറും.
ജീവൻ നഷ്ടമാകുമ്പോൾ ആത്മാവ് വേർപെടുന്നത് എന്നാണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. പക്ഷേ മരണം സംഭവിക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ദൈവം അത് മറച്ചു വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം? രണ്ടാമത്തെ വരവും ദൈവം മറച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 36 വാക്യം വായിക്കാം. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ആ നാളും നാഴികയും സംബന്ധിച്ച് സ്വർഗത്തിലെ ദൂതന്മാരറിയുന്നില്ല, പുത്രനായ യേശുക്രിസ്തു പോലും അറിയുന്നില്ല. കർത്താവ് അറിയാൻ ആഗ്രഹം കാണിക്കുന്നതുമില്ല. ദൈവം മാത്രം അറിയുന്ന, പിതാവായ ദൈവം മാത്രം അറിയുന്ന സമയമാണത്, ആ നാളും ആ നാഴികയും. എന്തുകൊണ്ടായിരിക്കാം ദൈവം അത് മറച്ചു വയ്ക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1 അധ്യായം 7 വാക്യം നമുക്ക് വായിക്കാം. അവിടെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, കർത്താവേ, നീ ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്നത് ഈ കാലത്തിലോ, ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത് ഈ കാലത്തിലോ എന്ന് ചോദിക്കുന്നതിന് മറുപടിയായിട്ട് കർത്താവായ യേശുക്രിസ്തു ഇതിനുള്ള മറുപടി പറയുന്നുണ്ട്. വായിക്കാം. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ളതായ കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. ദൈവം മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആരാഞ്ഞ് അന്വേഷിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കർത്താവ് രണ്ടാമത് വരും. അത് ഏത് നാഴികയിലാണെന്നോ ഏത് ദിവസമാണെന്നോ, നമ്മുടെ മരണം പോലെ തന്നെ ഏത് ദിവസമാണെന്നോ അറിയുന്നില്ല, അറിയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും കർത്താവ് അതിന് മുന്നോടിയായിട്ട് പല അടയാളങ്ങളും മുന്നറിയിപ്പുകളും ദൈവം നമുക്ക് തരുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഇതിനെ ആസ്പദമാക്കിയൊരു വാക്യം കൂടി പറയുന്നുണ്ട്. 24 അധ്യായം 42 വാക്യത്തിൽ പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം തന്നെ, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായികൊണ്ട് എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായികൊണ്ട് ഉണർന്നിരിപ്പിൻ. മാത്രമല്ല, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൻ എന്നാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്. നാം പ്രതീക്ഷയോടെ കാത്തിരിക്കണം. നാം ഒരുക്കമുള്ളവരായിരിക്കണം. കർത്താവ് എന്ന് വരുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല, ഏത് നാഴികയിൽ വരുമെന്നുള്ള കാര്യം അറിയാൻ പാടില്ല. അതുകൊണ്ട് നാം ഉണർന്നിരിക്കണം, ഒരുങ്ങിയിരിക്കണം എന്നാണ് കർത്താവ് യേശുക്രിസ്തുവിന് പറയാനുള്ളത്. ദൈവത്തിന് മഹത്വം. പ്രിയമുള്ളവരെ, നാളുകളായിട്ട് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന സഹോദര സഹോദരി, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ നാളുകളായിട്ട് കൂട്ടായ്മയിൽ വരുന്നവരാണോ? വചനം കേൾക്കുന്നവരാണോ? ജീവൻ്റെ വചനം കേട്ട് സമർപ്പണം എടുത്തിട്ടുള്ളവരാണോ? മാനസാന്തരപ്പെട്ടവരാണോ? വീണ്ടും ജനിച്ചവരാണോ? പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന് പ്രാപിച്ചവരാണോ? കൂട്ടായ്മ യോഗങ്ങളിൽ വരുമ്പോൾ ജനങ്ങളെല്ലാം ഒരു മനസ്സോടുകൂടി വചനം കേൾക്കാനായിട്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്ന രംഗത്ത് വരുമ്പോൾ ആ ആത്മാവിൻ്റെ സ്പർശം കിട്ടുന്നു. ശരിയാണ്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരുന്നിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണോ? നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. ഏത് സമയത്തും നമ്മുടെ യജമാനൻ വരാം. എപ്പോൾ വന്നാലും വിശുദ്ധന്മാരോടൊപ്പം എടുക്കപ്പെടുവാനുള്ള ഉണർവും ഒരുക്കവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ദൈവത്തിന് മഹത്വം. നീതിമാന്മാർ ഇനിയും തങ്ങളെ തന്നെ നീതീകരിക്കട്ടെ എന്ന് കർത്താവ് പറയുന്നുണ്ട്. വചനം കേട്ടവർ വീണ്ടും വീണ്ടും വചനം കേൾക്കണം. ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അനുദിനം കഴുകൽ പ്രാപിക്കണം. ജീവിതത്തിൽ ഒരു പാപം വെച്ചുകൊണ്ട് പോലും മുന്നോട്ട് പോകാൻ പാടില്ല. അതിനാണ് നമ്മുടെ കൂട്ടായ്മകളിൽ വചന ശുശ്രൂഷകൾ. എത്രയെല്ലാം സുവിശേഷ യോഗങ്ങളുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ബൈബിൾ ക്ലാസ് ഉണ്ട്. അതിനു പുറമെ ഓരോരോ പ്രാദേശിക യോഗങ്ങളുണ്ട് ഓരോരോ സ്ഥലങ്ങളിലും. അതിനു പുറമെ അനേക കൺവെൻഷനുകളുണ്ട്. അതിനു പുറമെ കാൽവറി മെസ്സേജസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫോണിൽ വാട്സാപ്പിൽ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് നിങ്ങളുടെ ഫോണിൽ നിങ്ങളിരിക്കുന്ന വീട്ടിൽ മെസ്സേജ് എത്തുകയാണ്. വചനം കേൾക്കാൻ അവസരമുണ്ട്. ദൈവത്തിന് മഹത്വം. പ്രിയമുള്ളവരെ, കർത്താവ് അനേക അടയാളങ്ങൾ പറയുന്നതിൽ ഒരു അടയാളമാണ് അവസാന സമയത്ത് ഭൂലോകത്തൊക്കെയും ഈ സുവിശേഷം എത്തുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 14 വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു അടയാളം കാണാം. കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. പ്രിയമുള്ളവരെ, അന്ത്യകാല ലക്ഷണങ്ങളിൽ അടയാളമായിട്ട്, അവസാനത്തെ അടയാളമായിട്ട് പറയുകയാണ്, രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോഴാണ് അവസാനം വരുന്നതെന്ന്. സകലരുടെ അടുക്കലേക്കും ഈ സുവിശേഷം എത്തുമെന്നുള്ള കാര്യം. അതിനാണ് കൂട്ടായ്മകൾ. പ്രിയമുള്ളവരെ, നാം വചനം കേട്ടു മാനസാന്തരപ്പെട്ടവരാണ് എന്ന് വിചാരിച്ച് സ്വാർത്ഥരായിട്ട് സ്വാർത്ഥമതികളായിട്ട് വീട്ടിലിരുന്നാൽ പോരാ. അനേകർ അടുക്കലേക്ക് സുവിശേഷം എത്തിക്കുവാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം നാം നടപ്പാക്കണം.
അതിനാണ് ഈ കാൽവറി പ്രയർ ഫെലോഷിപ്പിൽ നിന്ന് കാൽവറി മെസ്സേജസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫോണുകളിലേക്കും നിങ്ങളുടെ യൂട്യൂബ് ചാനലുകളിലേക്കെല്ലാം ഇതെത്തുന്നത്. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഡൗൺലോഡ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നിട്ട് ഈ വചനം കേൾക്കണം, സകലർക്കും അയച്ചു കൊടുക്കണം. ദൈവത്തിന് മഹത്വം. പ്രിയമുള്ളവരെ, എത്ര പേര് ഇത് കേൾക്കുന്നുണ്ട്? ഈ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ അറിയാം എത്ര പേര് കണ്ടു എന്നുള്ള കാര്യം. കൂട്ടായ്മയിൽ അനേകർ വരുന്നുണ്ട്, പക്ഷേ എല്ലാ ദിവസമുള്ള മെസ്സേജസ് വളരെ ചുരുക്കം പേര് കേൾക്കുന്നുള്ളൂ എന്ന് മാത്രമല്ല, അനേകർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള താല്പര്യം കാണിക്കുന്നില്ല. ക്രിസ്തുവിനുള്ള സ്നേഹമുണ്ടെങ്കിലേ ഈ താല്പര്യം ഉണ്ടാകുകയുള്ളൂ. ഞാൻ അറിഞ്ഞ സമാധാനം, ഞാൻ അനുഭവിച്ചതായ യേശു വരുന്നതായ സന്തോഷം, കഷ്ടതകളും രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉള്ളപ്പോഴും ഞാൻ യേശുവിനെ അനുഭവിക്കുമ്പോൾ ലഭിക്കുന്നതായ സന്തോഷവും സമാധാനവും ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരാ, എൻ്റെ കുടുംബം മാത്രം അനുഭവിച്ചാൽ പോരാ, മറ്റുള്ളവരും അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? ആത്മാക്കൾക്കായുള്ള ദാഹം നിങ്ങൾക്കുണ്ടോ? ഇല്ലാത്തതിന് കാരണം നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. സഹോദര, ഇങ്ങനെയാണെങ്കിൽ കർത്താവ് ഇന്ന് വന്നാൽ, ഇപ്പോൾ വന്നാൽ നീ എടുക്കപ്പെടുമോ? ഇത് അനേക നാളായിട്ട് കേൾക്കുന്നതാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച്, കർത്താവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച്, കർത്താവ് ക്രൂശ് ഒരുക്കിയതായ രക്ഷയെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ഇത് കേട്ട് കേട്ട് ചടിപ്പായോ സഹോദര? അവഗണിക്കുകയാണോ? അലക്ഷ്യമാക്കുകയാണോ? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വ്യക്തിയോട് പറയുകയുണ്ടായി, നിങ്ങൾ വചനം കേൾക്കുന്നത് മുത്തുകൾ പന്നികൾക്ക് ഇട്ട് തരുന്നത് പോലെ ആകരുതേ എന്ന്. ചിലർ വചനം കേൾക്കുമ്പോൾ പന്നികളായിട്ട് മാറും. ക്ഷമിക്കണേ, ചിലർ സുവിശേഷം കേൾക്കുമ്പോൾ പന്നികളായിട്ട് മാറും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ സ്വർഗത്തിൽ നിന്നുള്ള രത്നങ്ങളും മുത്തുകളും നിങ്ങൾക്ക് തരുമ്പോൾ പന്നികളുടെ മുമ്പിൽ ഇടുന്നത് പോലെ ആകുമോ എന്നാണ് ഭയപ്പെടുന്നത്. വചനം അതിന് ഗൗരവത്തിലെടുക്കുന്നില്ല. ഇത് യേശുവിൻ്റെ രക്തത്താൽ ചാലിച്ചതായ രക്ഷയുടെ സന്ദേശമാണെന്ന് ചിന്തിക്കുന്നില്ല. ഇത് ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു ഒഴുക്കിയതായ രക്തത്തിൻ്റെ വിലയാണെന്ന് ചിന്തിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു പീഡിപ്പിക്കപ്പെട്ടതിനെ കുറിച്ചും രക്ഷാകരമായ ദൗത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അലസ മനസ്സുമായിട്ടിരിക്കുന്ന സഹോദര, വചനം കേൾക്കാതിരിക്കുന്ന സഹോദര, അലക്ഷ്യമാക്കുന്ന സഹോദര, നിനക്ക് ന്യായവിധി വരുമെന്ന് ഓർത്തുകൊള്ളുക. ഭയങ്കരമായൊരു ന്യായവിധി വരുമെന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അന്ന് നീ അലക്ഷ്യമാക്കിയതും അശ്രദ്ധമായിട്ട് വചനം കേട്ടതും വചനത്തെ ഒരു പന്നിയെപ്പോലെ തട്ടിക്കളഞ്ഞതും, മുത്ത് തട്ടിക്കളയുന്ന പോലെ തട്ടിക്കളഞ്ഞതും, അതിന് വിലയറിയാതെ ഇരുന്നതും എല്ലാം നീ ഓർക്കും. അന്നോർത്തിട്ട് എന്ത് പ്രയോജനം? ഇന്ന് നിൻ്റെ വീട്ടിലേക്ക് വചനം വരികയാണ്. രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അതാണ് വലിയൊരു അടയാളമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവത്തിന് മഹത്വം. ഇനി സംഭവിക്കാനുള്ള നിറവേറാനുള്ള പ്രവചനമാണത്. ഈ സുവിശേഷം എല്ലാ ജാതികളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവസാനം വരും. അത് എപ്പോൾ എത്തുമെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നതായ ടി വിയും മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും എല്ലാം വെച്ചുകൊണ്ട് ഇത് ദ്രുത വേഗത്തിൽ അനേകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് നോക്കൂ, ഇങ്ങനെ സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇന്നത്തെ സകല ടെക്നോളജി ഉപയോഗിച്ച സുവിശേഷം എല്ലാവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് മാനസാന്തരപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ മാനസാന്തരപ്പെടുന്നുണ്ട്. അതിന് കണക്ക് എടുത്തു നോക്കിയാൽ വേദപുസ്തക പണ്ഡിതന്മാരെല്ലാം പറയും, ഓരോ ദിവസവും 10,000-ങ്ങളാണ് മാനസാന്തരപ്പെടുന്നതെന്ന്, രക്ഷകനെ കണ്ടെത്തുന്നതെന്ന്. നാളുകളായിട്ട് രക്ഷ അനുഭവിച്ചവന് വിലയില്ല. നാളുകളായിട്ട് വചനം കേട്ടെടുക്കുന്നവന് വിലയില്ല. അവൻ മറ്റുള്ളവരുടെ കുറ്റം അന്വേഷിച്ച് വിമർശിച്ച് അവനെ ആരും ഈ ദൗത്യം ഏൽപ്പിച്ചു എന്നുള്ള ഭാവത്തിൽ ഇന്ന് അനേകരുടെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് നടക്കുകയാണ്. സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കൂ, നീ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആരും തെറ്റിപ്പോകാതിരിപ്പാൻ സൂക്ഷിപ്പിനെന്നുള്ളത് ദൈവത്തിൻ്റെ മുന്നറിയിപ്പാണ്, ക്രിസ്തുവിൻ്റെ മുന്നറിയിപ്പാണ്. സഹോദര, അനേകരെ തെറ്റിച്ച് കളയുന്നൊരു സാത്താൻ നിൻ്റെ പിന്നാലെയുണ്ട്. വചനം പറയുന്നുണ്ട്, ഭൂലോകത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്ന സാത്താനെ കുറിച്ച് വായിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യം വായിക്കാം. ആരാണ് അനേകരെ തെറ്റിച്ച് കളയുന്നത്? ആരാണ് വഞ്ചിക്കുന്നത്? വഞ്ചനയുടെ ആത്മാവ് ഏത്? സത്യത്തിൻ്റെ ആത്മാവ് ഏത്? ആരാണ് വഞ്ചനയുടെ ആത്മാവുമായിട്ട് വരുന്നത്? ആരാണ് വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ചുകൊണ്ട് വരുന്നത്? ആരാണ് ചതിയുമായിട്ട് വരുന്നത്? അനേകം മനുഷ്യരെ പാപത്തിലേക്ക് തള്ളിയിടുന്ന ദുഷ്ടനായ പൈശാചികനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. വായിക്കാം 12-ാം അധ്യായം 9-ാം വാക്യം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. പ്രിയമുള്ളവരെ, വെളിപ്പാട് പുസ്തകത്തിൽ ആ കാര്യം പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ. പിശാചും സാത്താനും എന്ന പല പേരുകളിൽ വേദപുസ്തകത്തിൽ തന്നെ അവൻ അറിയപ്പെടുന്നുണ്ടല്ലോ. പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ. പഴയ പാമ്പ്, അത് ഏത് പാമ്പാണ്? ദൈവത്തിന്റെ മഹത്വം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ 6000 വർഷങ്ങൾക്ക് മുമ്പ് ഉൽപ്പത്തി പുസ്തകത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ഏദൻ തോട്ടത്തിലെ പഴയ പാമ്പ്, ആദിമ മനുഷ്യനെ വീഴിച്ച പാമ്പ്, മഹാസർപ്പം,
അവനെ കുറിച്ച് പറയുകയാണ് സാത്താനും പിശാചും. പ്രിയമുള്ളവരെ, അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ് അവൻ ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്നവനാണ്. ആ വാക്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമോ? പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവനെ തള്ളിക്കളയുന്ന ഭാഗം വെളിപ്പാട് പുസ്തകം 20 അധ്യായത്തിൽ അവന്റെ അന്ത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. കാൽവറി മലയുടെ മുകളിൽ സ്ത്രീയുടെ സന്തതി അവന്റെ തലയെ തകർക്കുമെന്നുള്ളതായ പ്രവചനം ഉണ്ടായിരുന്നു ഉൽപ്പത്തി പുസ്തകം 3 അധ്യായത്തിൽ. പ്രിയമുള്ളവരെ, അവന് മരണകരമായ മുറിവേറ്റ് കഴിഞ്ഞു. ഇനി അവന്റെ അന്ത്യമാണ്. അത് പറയുകയാണ് വെളിപ്പാട് പുസ്തകം 20 അധ്യായത്തിൽ. പിശാചിനെ, കള്ളപ്രവാചകൻ കിടക്കുന്നതായ, എതിർ ക്രിസ്തു കിടക്കുന്നതായ ഗന്ധക തീപ്പൊയിലേക്ക് തള്ളിയിട്ട് കളഞ്ഞു എന്ന്. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക പൊയ്കയിലേക്ക് തള്ളിയിടും. എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അന്ത്യക്രിസ്തു എന്നെല്ലാം പറയുന്ന എതിർ ക്രിസ്തു. വേദപുസ്തകത്തിൽ അനേക സ്ഥലങ്ങളിൽ കാണാം എതിർ ക്രിസ്തു. യോഹന്നാൻ സ്ലീഹ പറയുമ്പോൾ പറയും എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എന്ന്. അത് പല കൂട്ടായ്മകളിലും വ്യാപരിക്കുന്നുണ്ട് എന്ന്, പല ആത്മീയ പ്രസ്ഥാനങ്ങളിലും പല സഭകളിലും വ്യാപരിക്കുന്നുണ്ട് എന്ന്. ക്രിസ്തുവിൽ നിന്നുള്ള നോട്ടം മാറ്റാൻ വേണ്ടിയിട്ട്, രക്ഷകനായ ക്രിസ്തുവിനെ ആരാധിക്കാതിരിപ്പാൻ വേണ്ടിയിട്ട്, രക്ഷകനായ ക്രിസ്തുവിൽ നിന്നുള്ള നോട്ടവും ശ്രദ്ധയും മാറ്റിക്കൊണ്ട് പല വിശുദ്ധന്മാരിലേക്കും വിശുദ്ധമതികളിലേക്കും മാറ്റുന്നതായ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട് എന്ന്. ദൈവത്തിന് മഹത്വം. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടതായിട്ട് വരും. രാവും പകലും പിശാചും അവന്റെ സൈന്യവും ദണ്ഡനം സഹിക്കേണ്ടതായിട്ട് വരും. രാവും പകലും അനേക ദൈവമക്കൾ യേശുവിനെ ആരാധിക്കുന്നതായ ആ സ്വർഗീയ സ്ഥലത്ത് ആരാധന മുഴങ്ങുന്നതായ രംഗം രാവും പകലും ആരാധനയാണ്. അവിടെ ദൂതന്മാരും മൂപ്പന്മാരും 4 ജീവികളും ആരാധിക്കുന്നതായ മനോഹരമായ രംഗത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 4 അധ്യായം 5 അധ്യായങ്ങളിലെല്ലാം പറയുന്നുണ്ട്. കുഞ്ഞാടിനെ വീണ് നമസ്കരിക്കുന്നതായ മനോഹരമായ രംഗങ്ങൾ. അവിടെ രാവും പകലും ആരാധനയാണെങ്കിൽ, സ്തുതിയാണെങ്കിൽ, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാർപ്പുകളുടെ ശബ്ദമാണെങ്കിൽ, കുഞ്ഞാടിനെ ഉയർത്തുന്ന ശബ്ദമാണെങ്കിൽ, ഇവിടെ ഇതാ രാവും പകലും ദണ്ഡനം. പിശാചിന് മാത്രമല്ല, അവൻ്റെ പിന്നാലെ നടക്കുന്നതായ അനേക പാപികൾ, അനേക ദുഷ്ടന്മാർ, അവിശ്വാസികൾ ക്രിസ്തുവിനെ വരച്ച് കാണിച്ചിട്ടും, ക്രിസ്തു നിനക്ക് വേണ്ടിയിട്ടാണ് മരിച്ചതെന്ന് നീ അറിഞ്ഞിട്ടും അവനെ രക്ഷകനാഥനുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കാത്തതുകൊണ്ട്, നീ രക്ഷിക്കപ്പെടാത്തതുകൊണ്ട്, നീ മനം തിരിയാത്തതുകൊണ്ട്, നീ പാപത്തെ വെറുത്തുപേക്ഷിക്കാത്തതുകൊണ്ട്, സൗജന്യമായിട്ട് കുഞ്ഞാണ്ട് രക്തം നിന്നെ കഴുകുവാനായിട്ട് ഓരോ കൂട്ടായ്മകളിലും പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന രംഗത്ത് വ്യാപരിച്ചിരുന്നിട്ടും നീ അവനെ കൈക്കൊള്ളാത്തതുകൊണ്ടും, യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ടും, പാപമോചനം അംഗീകരിക്കാത്തതുകൊണ്ടും നിനക്കുള്ള സ്ഥലം നരകമാണ്. മുൻവിധിയുമായിട്ട് നടക്കുന്നതുകൊണ്ട്, കാഴ്ചപ്രകാരം വിധിക്കാതെ നീതിയുള്ള വിധിപ്പെരുന്ന കർത്താവ് ഒരിക്കൽ പറഞ്ഞു. കാണുന്നതിനൊത്ത വിധിക്കുകയാണ്, കേൾക്കുന്നതിനൊത്ത് വിധിക്കുകയാണ്. എന്നാൽ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നിനക്ക് നീതിയുള്ള വിധിക്കാൻ കഴിയും. ഇന്ന് നീ ദൈവമക്കളെ വിധിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഇന്ന് കൂട്ടായ്മ നടത്തുന്നവരെ വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ നേതൃത്വങ്ങളെ വിധിച്ചുകൊണ്ട് കിടക്കുകയാണ്. സഹോദര, നിന്നെ നയിക്കുന്നത് ആര്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോ അതോ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവോ? നീ ഇന്ന് വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണോ? ഇന്ന് അനേക സഭകളെയും അനേക കൂട്ടായ്മകളെയും ഈ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ഇഷ്ടക്കുറവ് തോന്നുമോ? ഇഷ്ടക്കുറവ് തോന്നിയിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ വചനമാണ് പ്രിയമുള്ളവരെ പറയുന്നത്. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചോളുവിൻ. നമുക്ക് ആ ഭാഗത്തിലേക്ക് വരാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. കള്ളക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാർ, ദുരുപദേഷ്ടാക്കന്മാർ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് എൻ്റെ പേരെടുത്തുകൊണ്ട് വരും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും, അത് ലോകം ഉണ്ടായപ്പോൾ മുതൽ യുദ്ധങ്ങളുണ്ട്, യുദ്ധശ്രുതികളുണ്ട്. പക്ഷേ അന്ത്യകാലം എത്തുമ്പോൾ അതിൻ്റെ പാരമ്യത്തിലേക്ക് വരുമെന്ന്, നല്ലതുപോലെ പല രാജ്യങ്ങളും രാജ്യത്തോട് എതിർക്കാൻ തുടങ്ങുമെന്ന്. പ്രിയമുള്ളവരെ, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് യുദ്ധങ്ങൾ എല്ലാ രാജ്യങ്ങളിലും പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങിയത്.
നിങ്ങൾ നോക്കൂ, ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിക്കുന്ന വ്യക്തികൾക്കറിയാം, ദൈവത്തിന് മഹത്വം, റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം, പല പല രാജ്യങ്ങൾ, ഇസ്രായേലുമായിട്ടുള്ള യുദ്ധങ്ങൾ, അറബ് രാജ്യങ്ങൾക്ക്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യുദ്ധങ്ങളുടെ എണ്ണം കൂടി. രാജ്യം രാജ്യത്തോട് എതിർക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങൾ അതുകൊണ്ടൊന്നും ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭമത്രേ. പ്രസവ വേദനയുടെ ആരംഭമാണ് എന്ന്. പ്രിയമുള്ളവരെ, ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭമാണ്. ഈ അടയാളങ്ങളെല്ലാം കാണുമ്പോൾ ചിന്തിച്ചു കൊള്ളണം, ഗ്രഹിച്ചു കൊള്ളണം. കർത്താവ് ഇതെല്ലാം മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഇവിടെ പറയുകയാണ്. വഞ്ചന, അന്ത്യനാളിൽ പ്രാഥമികമായ അടയാളം വഞ്ചനയായിരിക്കും. പിശാച് പല രൂപങ്ങളിലും പല വേഷങ്ങളിലും, ആത്മീയ നേതാക്കന്മാരുടെ വേഷങ്ങളിലും, ആത്മീയ ശുശ്രൂഷകന്മാരുടെ വേഷങ്ങളിലും, പ്രവാചകന്മാരുടെ വേഷങ്ങളിലും, വെളിച്ചദൂതന്റെ വേഷം ധരിച്ചും അനേകരെ വഞ്ചിക്കും. അറിയാൻ സാധിക്കുകയില്ല. ദൈവത്തിന് മഹത്വം. ഇന്നത്തെ ലോകത്തേക്ക് നോക്കൂ പ്രിയമുള്ളവരെ, ലോകത്തെ നോക്കൂ, എവിടെയും വഞ്ചനയല്ലേ. ദൈവത്തിന് മഹത്വം. കാമുകൻ കാമുകിയെ വഞ്ചിക്കുന്നു, ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നു. അവിശ്വസ്തരാണ്. അന്യജട മോഹമാണ് ഉള്ളിൽ. വഞ്ചനയല്ലേ. കുട്ടികൾ മാതാപിതാക്കന്മാര് അവരുടെ അധ്വാനം കൊണ്ട് പൈസ മുടക്കി അവരെ പഠിപ്പിക്കാൻ വിടുകയാണ്. വഞ്ചനയല്ലേ. ഹോസ്റ്റൽ റൂമിൽ എന്താണ് സംഭവിക്കുന്നത്? കോളേജ് മൈതാനത്ത് എന്താണ് സംഭവിക്കുന്നത്? കൂട്ടും കൂടി നടക്കുകയാണ്. പൈസയ്ക്ക് വേണ്ടി സ്വന്തം ശരീരം വിൽക്കുന്ന യുവതികളുണ്ട്. മാതാപിതാക്കന്മാർ അറിയുന്നില്ല. തങ്ങളുടെ മക്കളെല്ലാം ഓക്കെ ആണെന്ന് വിചാരിച്ച് നടക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾ മാനസാന്തരപ്പെട്ടവരാണോ? നിങ്ങളുടെ മക്കൾ മാനസാന്തരപ്പെട്ടവരാണോ? നിങ്ങളുടെ മക്കൾക്ക് യേശുവില്ല എങ്കിൽ നിങ്ങൾ അവസാനം വലിയ വലിയ വാർത്തകളെല്ലാം കേട്ട് ഞെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. വഞ്ചനയാണ്. അധ്യാപകർ കുട്ടികളെ വഞ്ചിക്കുകയാണ്. മാതൃകയാണോ? ആത്മാർത്ഥമായിട്ടാണോ? പ്രിയമുള്ളവരെ, കച്ചവടക്കാർ വഞ്ചിക്കുന്നു. കള്ളത്തൂക്കങ്ങൾ നടത്തി, കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. കള്ളത്തൂക്കങ്ങൾ നടത്തുന്നു, വ്യാജം പറയുന്നു, ബോഷ്ക്ക് പറയുന്നു, നുണ പറയുന്നു, ഡ്യൂപ്ലിക്കേറ്റ്സ് വിൽക്കുന്നു. പ്രിയമുള്ളവരെ, ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങിച്ച് പലതും നടത്തി കൊടുക്കാതിരിക്കുന്നു. കൈക്കൂലിയുടെ പേരിൽ നടത്തി കൊടുക്കുന്നു. അന്യായം ചെയ്യുകയാണ്. എവിടെയും വഞ്ചനയാണ്. കാരണം ഈ ലോകം ഭരിക്കുന്നത് സാത്താനാണ്. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അവൻ വഞ്ചനയുടെ ആത്മാവാണ്. അവൻ ചതിക്കും. കർത്താവ് പറയുകയാണ്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചോളുവിൻ. മത്തായിയുടെ സുവിശേഷം 24-5 വാക്യമാണ് നമ്മൾ വായിച്ചത്. ഇനി 11 വാക്യം വായിക്കാം. അവിടെ പറയുന്നുണ്ട്, ആദ്യം പറയുന്നു, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് പലരും എഴുന്നേറ്റ് വന്ന് പലരെയും തെറ്റിക്കും. ഇനി രണ്ടാമത് പറയുകയാണ്, അനേകരെ തെറ്റിക്കും. 11 വാക്യം, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. 24 വാക്യം വായിക്കുമ്പോൾ അവിടെയും കർത്താവ് പറയുന്നുണ്ട്, വൃതന്മാരെയും തെറ്റിച്ചു കളയുമെന്ന്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. കള്ളക്രിസ്തു, കള്ളപ്രവാചകന്മാർ പല അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് പേരെടുത്തുകൊണ്ട് വരും. പ്രിയമുള്ളവരെ, കേരളത്തിൽ തന്നെയുണ്ട് ഞാൻ ക്രിസ്തു എന്ന് പറയുന്നതായ പ്രസ്ഥാനങ്ങളുണ്ട്. ഈ കൂട്ടായ്മയിലെല്ലാം വരുന്നവർക്കറിയാമല്ലോ, താൻ ക്രിസ്തു എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെക്കുറിച്ച് അറിയാമല്ലോ. അനേകരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകം അറിയാൻ പാടില്ലാത്തവരാണ് തെറ്റിപ്പോകുന്നത്. ആരാണ് തെറ്റിപ്പോകുന്നത്? കർത്താവ് ഒരിക്കൽ പറഞ്ഞു, തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്. മർക്കോസിന്റെ സുവിശേഷം 12-24 വാക്യത്തിലാണെന്ന് പറയുന്നത്. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് പിശാചിന്ത ചെയ്യും, ഇവൻ തിരുവെഴുത്ത് അറിയാനുള്ള സാധ്യതയുണ്ടെന്നറിഞ്ഞ് വചനത്തിലേക്ക് കൊണ്ടുവരികയില്ല, വചനത്തിലേക്ക് വിടുകയില്ല, കൂട്ടായ്മ യോഗങ്ങളിലേക്ക് വിടുകയില്ല. ഇന്ന് എന്തുകൊണ്ടാണ് ഇന്ന് അനേകരും കൂട്ടായ്മ യോഗങ്ങളിൽ വരാത്തതിന് കാരണമെന്നറിയാമോ? സാത്താൻ തടുക്കുന്നതാണ്. കാരണം ഇവൻ കൂട്ടായ്മയിൽ വന്നാൽ വചനം കേൾക്കും. സത്യവചനം കേട്ട് കഴിഞ്ഞാൽ, തിരുവെഴുത്തുകളും ദൈവശക്തിയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പറ്റിക്കാൻ കഴിയില്ല. കൾട്ടിസം. എന്താണ് കൾട്ടിസം എന്ന് പറഞ്ഞാൽ? ഹീറോ വർഷിപ്പ്. എന്താണ് ഹീറോ വർഷിപ്പിൽ എന്ന് പറഞ്ഞാൽ? വീരാരാധന. കൾട്ടിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, വ്യക്തിപൂജകൾ. ആരാധന വേണം, പക്ഷേ അന്താരാധന പാടില്ല.
വിശ്വാസം വേണം, പക്ഷെ അന്ധവിശ്വാസം പാടില്ല, ആപത്താണ്. പ്രിയമുള്ളവരെ, വിശ്വാസം വേണം, പക്ഷെ അന്ധവിശ്വാസം പാടില്ല എന്ന്. തിരുവചനപ്രകാരമായിരിക്കണം നിന്റെ വിശ്വാസം. നീ കർത്താവിനെ ആരാധിക്കുന്നത് വചനപ്രകാരമായിരിക്കണം. നീ ആരാധിക്കുന്നതും ഭക്തി കാണിക്കുന്നതെല്ലാം വചനപ്രകാരമായിരിക്കണം. അല്ലെങ്കിൽ ആ ഭക്തിയൊന്നും ദൈവം അംഗീകരിക്കുകയില്ല. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന്. അവിടെ ചെല്ലുമ്പോൾ ചിലർ പറയും, നിന്റെ നാമത്തിലാണ് ഞങ്ങൾ പ്രവചിച്ചത്, നിന്റെ നാമത്തിലാണ് ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കിയത്, നിന്റെ നാമത്തിലാണ് ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയതെന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയും, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. കാരണം അവൻ വചനം അനുസരിക്കുന്നുണ്ടായിരുന്നില്ല, അവൻ്റെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടായിരുന്നില്ല, അവൻ ദൈവത്തിൻ്റെ ആത്മാവിലല്ലായിരുന്നു പ്രവർത്തിച്ചത്, അവൻ പാപത്തിൻ്റെ അടിമയായി ജീവിച്ചിട്ട് എല്ലാം യേശുവിൻ്റെ നാമത്തിലാണ് ചെയ്തതെന്ന് പറയുകയാണ്. ഈ ലോകത്ത് പലരെയും പറ്റിച്ചുകൊണ്ട് നടന്നു, ഈ ലോകത്ത് കൂട്ടായ്മക്കാരെയും പറ്റിച്ചുകൊണ്ട് നടന്നു. എന്നാൽ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ, യേശുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിക്കാതെ, ശുദ്ധീകരണം പ്രാപിക്കാത്ത വേലക്കാരെല്ലാം പിടിക്കപ്പെടുവോടെ ചെല്ലുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന്. സഹോദര, വചനം അറിയണം, വചനം കേൾക്കണം. വ്യക്തിപൂജകൾ, വീരാരാധനകൾ, ദൈവത്തിന് മഹത്വം. യേശുവിന് പുറമെ ഒരു വ്യക്തിക്കോ ഉപദേശ സംഹിതയ്ക്കോ പ്രാധാന്യം കൊടുക്കുന്ന എല്ലാം വീരാരാധനകളാണ്, കൾട്ടിസമാണ്. യേശുവിന് പുറമെ ഒരു മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് വീരാരാധനയാണ്. നിന്റെ സുവിശേഷത്തിൽ യേശു എന്ന നാമം ഉച്ചരിക്കേണ്ടതിന് പകരം നീ ഏതെങ്കിലും മനുഷ്യരുടെ നാമം ഉച്ചരിച്ചാൽ, ഏതെങ്കിലും വിശുദ്ധനെ ഉയർത്തിക്കൊണ്ടുവന്നാൽ സഹോദരൻ, നീ പിടിക്കപ്പെടും. അതിന് യാതൊരു സംശയവുമില്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നതായ മനോഹര രംഗങ്ങളെല്ലാം നീ വായിക്കണം. അവിടെ അറക്കപ്പെട്ടതായ കുഞ്ഞാട് നിൽക്കുന്നു, ദൂതന്മാർ നിൽക്കുന്നു, മാലാഖമാർ നിൽക്കുന്നു, 1000 ദൂതന്മാരും 10,000 ദൂതന്മാർ നിൽക്കുന്നു. മൂപ്പന്മാരെല്ലാം കുമ്പിട്ട് വീണ്, ദൂതന്മാരെല്ലാം കുമ്പിട്ട് വീണ് നമസ്കരിക്കുന്നതായ കുഞ്ഞാടിനെ ആരാധിക്കുന്നതായ രംഗത്ത് പിതാവായ ദൈവം നിന്നോട് പറയുകയാണ്, നീ ആ ഭൂമിയിൽ പ്രസംഗിച്ചതായ സുവിശേഷം ഒന്ന് പ്രസംഗിച്ചേ എന്ന് പറഞ്ഞാൽ നീ പിടിക്കപ്പെടും. അവിടെ വെച്ച് നീ മനുഷ്യരുടെ പേര് കൊണ്ടുവരുമോ? ഈ ഭൂമിയിൽ ഏതെങ്കിലും സുവിശേഷന്മാരുടെ പേര് നീ പറയുമോ? അവിടെ നീ എല്ലാവരും കുഞ്ഞാടിന് മുമ്പാകെ വീണ് കിടക്കുന്ന സദസ്സിൽ നീ യേശുവിനെ മാത്രമേ നിനക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എല്ലാ നാവും, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന സദസ്സ്, എല്ലാം നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുന്ന രംഗത്ത് നീ നിൽക്കുമ്പോൾ നീ ഏതെങ്കിലും മനുഷ്യരുടെ വിശുദ്ധന്മാരുടെ പേര് കൊണ്ടുവന്നാൽ അവിടെ നീ പിടിക്കപ്പെടും. കർത്താവ് പറയും, നിന്നെ അറിയുന്നില്ല എന്ന്. കാരണം നീ ആരെ ഉയർത്തിയത്? ക്രിസ്തുവിന് പകരം ഏതെങ്കിലും മനുഷ്യനെ ഉയർത്തിക്കൊണ്ട് വന്നാൽ അത് വീരാരാധനയാണ്, അത് കൾട്ടിസമാണ്, അത് അന്ധാരാധനയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ നിങ്ങളുടെ കൂട്ടായ്മയിലുണ്ടോ? നിങ്ങളുടെ സഭയിലുണ്ടോ? ദൈവത്തിന് മഹത്വം. നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ആ കുഞ്ഞാടിൻ്റെ മുമ്പിൽ വീണ് വണങ്ങുന്ന സദസ്സിൽ ആരെല്ലാം ഉണ്ടാകും? പ്രിയമുള്ളവരെ, അവിടെ യോഹന്നാൻ സ്നാപകനും പ്രവാചകന്മാരും ഉണ്ടാകുകയില്ലേ? ഉണ്ടാകും. അവരും വീണ് കിടക്കുകയാണ്. കാരണം എന്താണ്? അത് ഞാൻ പിന്നാലെ പറയാം. അവിടെ അപ്പസ്തോലന്മാരുണ്ടാകുകയില്ലേ? അപ്പസ്തോലൻ, ദൈവത്തിന് മഹത്വം, കത്തോലിക്ക സഭ പറയുന്നത് പോലെ ആദ്യത്തെ പോപ്പ് എന്ന് പറയുന്ന അപ്പസ്തോലനെ പത്രോസ് അവിടെ വീണ് കിടക്കുകയായിരിക്കും. അവിടെ യാക്കോബും യോഹന്നാനും അന്ത്രയോസും അപ്പസ്തോലന്മാരും സെൻപോളെല്ലാം വീണ് കിടക്കുകയായിരിക്കും. അവിടെ പരിശുദ്ധ കന്യാമറിയം വീണ് കിടക്കുകയായിരിക്കും. കാരണം രക്തം ചിന്തി പാപമോചനം കൊടുത്ത ഒരേ ഒരുവന് അറക്കപ്പെട്ട കുഞ്ഞാടാണ്. മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒരു പാപം പോലും ചെയ്യാതെ ദൈവത്തെ പരിപൂർണമായിട്ട് പിതാവിനെ അനുസരിച്ച് ദൈവത്തിന് മഹത്വം ലോകത്തെയും പാപത്തെയും വെല്ലുവിളിച്ച, മരണത്തെ തോൽപ്പിച്ച ജയാളിയായ കർത്താവ്, സാത്താനെ തോൽപ്പിച്ച ജയാളിയായ കർത്താവ്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് പറയുന്നതായ യേശു ക്രിസ്തുവാണ് ജയാളി. ആ യേശുവാണ് രക്തം ചിന്തിയത്. ആ യേശുവാണ് നിന്റെ പാപത്തിന് വേണ്ടിയിട്ട് പരിഹാരമായിട്ട് കുരിശിൽ പടഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അവനെ മാത്രമേ ആരാധിക്കാവുള്ളൂ. എല്ലാവരും വീണ് കിടക്കുകയായിരിക്കും. ദൈവത്തിന് മഹത്വം. പിതാവായ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സദസ്സിന് അർഹപ്പെട്ട കുഞ്ഞാടെ, നീ മാത്രമാണ് യോഗ്യൻ. നീയാണ് ഞങ്ങളുടെ രക്ഷകൻ. നിന്റെ രക്തം കൊണ്ടാണ് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്. നിന്റെ രക്തമാണ് ഞങ്ങൾക്ക് മറുവിലയായത്. അല്ലെങ്കിൽ എല്ലാ ആദാമും ഹവ്വായും പാപം ചെയ്തുകൊണ്ട് ഞങ്ങളെല്ലാം നിത്യനാശത്തിലേക്ക് പോകുമായിരുന്നു, നിത്യ നരകത്തിലേക്ക് തള്ളപ്പെട്ടു പോകുമായിരുന്നു, പിശാചിന് അടിമകളായിട്ട് പോകുമായിരുന്നു. എന്നാൽ നീ വന്നതുകൊണ്ടും നിന്റെ രക്തം ചിന്തിയതുകൊണ്ടും നിന്റെ ശരീരം ഛിന്ന ഭിന്നമായതുകൊണ്ടുമാണ് ഞങ്ങൾ ഇന്ന് രക്ഷയിലേക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ക്രിസ്തുവിനെ ആരാധിക്കാൻ തുടങ്ങും, ക്രിസ്തുവിനെ സ്തുതിക്കാൻ തുടങ്ങും, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. അവിടെ ആ രംഗം കാണേണ്ട നമ്മളാണോ ഇവിടെ ഏതെങ്കിലും മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരുന്നത്? വായിക്കാം. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചോളുവിൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17 അധ്യായം 1 മുതലുള്ള വാക്യം വായിക്കാം.
6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. ദൈവത്തിന് മഹത്വം. കർത്താവായ യേശു ക്രിസ്തുവിന് രൂപാന്തരം സംഭവിക്കുകയാണ്. താബോർ മലയിൽ യേശു ക്രിസ്തു രൂപാന്തരപ്പെടുകയാണ്. അവിടെ പറയുകയാണ്, അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു, അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. സൂര്യൻ്റെ പ്രകാശം പോലെ അത്യുജ്വല തേജസ്സാണ് കർത്താവിൻ്റെ മുഖത്ത്. അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. വെളിച്ചം പോലെ പ്രകാശിക്കുകയാണ് വസ്ത്രം. അടുത്ത വാക്യം, മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. ആര് കണ്ടു? പത്രോസും യാക്കോബും യോഹന്നാനും യേശുക്രിസ്തു രൂപാന്തരപ്പെടുന്നത് കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന ആ സമയത്ത് മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായിട്ട് കണ്ടു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചു മാറ്റപ്പെട്ടു പോയതായ മോശയും ജീവനോടെടുക്കപ്പെട്ടതായ ഏലിയാവും വന്നു നിൽക്കുകയാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രതിനിധിയാണ് മോശ, പ്രവാചകന്മാരുടെ പ്രതിനിധിയാണ് ഏലിയാവ്. ഇവർ രണ്ടുപേരും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടവരാണ്. ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട ഒരു വ്യക്തിയും മാറ്റപ്പെട്ട ഒരു വ്യക്തി, മരണം മൂലം മാറ്റപ്പെട്ട ഒരു വ്യക്തിയും അവർ രണ്ടുപേരും വന്നു നിൽക്കുകയാണ്. ദൈവത്തിന് മാത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം സംഭവിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ്. ആ ക്രൂശീകരണത്തെക്കുറിച്ച്, പീഡാനുഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. വൈകാം. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. പത്രോസ് താൻ പറയുന്നത് എന്തെന്ന് അറിയാതെ പറഞ്ഞു എന്ന് വേറെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. താൻ പറയുന്നത് എന്തെന്നറിയാതെ പറയുന്ന ചില വാക്കുകളാണ് ഇനി കേൾക്കാൻ പോകുന്നത്. എന്താണ് പത്രോസ് പറയുന്നത്? നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും 3 കുടിലുണ്ടാക്കാമെന്ന്. യേശുവിന് പുറമെ മനുഷ്യർക്ക് കുടിലുണ്ടാക്കാൻ നോക്കുകയാണ് പത്രോസ്. എന്ത് സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? തുടർന്ന് വായിക്കാം. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നീളിട്ടു. മേഘങ്ങളിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. പ്രിയമുള്ളവരെ, അവരത് പറയുമ്പോൾ തന്നെ ദൈവം ആ രംഗം അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു. നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായോ? ദൈവത്തിനകത്തും പല ദൈവമക്കൾക്കും അത് അറിയാൻ പാടില്ല. പ്രിയമുള്ളവരെ, യേശുവിൽ നിന്ന് പത്രോസിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും നോട്ടം മാറി മോശയിലേക്കും ഏലിയാവിലേക്കും പോയപ്പോൾ, അവർക്ക് കുടിലുണ്ടാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ദൈവം ഇടപെടുകയാണ്. പ്രകാശമുള്ളൊരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു എന്നാണ് പറയുന്നത്. അവരെങ്ങ് മൂടി, അവർക്ക് ഒന്നും കാണാൻ പറ്റാതെയായി. എന്നിട്ടൊരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിലാണ് ഞാൻ പ്രസാദിച്ചിരിക്കുന്നത്, ഇവനാണ് ചെവി കൊടുക്കേണ്ടത്, ഇവനാണ് എന്നെ പരിപൂർണമായിട്ട് പ്രസാദിപ്പിച്ച എൻ്റെ പുത്രൻ, ഇവനാണ് നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്താൻ വന്നവൻ, ഇവനാണ് രക്ഷകൻ, ഇവനെയാണ് നോക്കേണ്ടത്, ഇവനെയാണ് ആരാധിക്കേണ്ടത്, ഇവനാണ് ചെവി കൊടുക്കേണ്ടത്. അവർ ആ ശബ്ദം കേട്ട് നടുങ്ങി, അവർ നിലത്ത് വീണു. അടുത്ത വാക്യം, ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. യേശു അടുത്തിയെന്ന് അവരെ തൊട്ടു. എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. യേശു എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു തൊട്ടപ്പോഴാണ് ചുറ്റും കാണുന്നത്. നോക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ മോശയും ഏലിയാവിനെയും പിന്നെ കണ്ടില്ല എന്നാണ് പറയുന്നത്. ദൈവം അവരെ മാറ്റിക്കളഞ്ഞു എന്ന്. പ്രിയമുള്ളവരെ, രക്ഷകനിലേക്കുള്ള നോട്ടം ഏതെങ്കിലും മനുഷ്യരിലേക്ക് നിന്നെ പോയിട്ടുണ്ടോ? എങ്കിൽ അനുദപിക്കണം. യേശുവിനെ സ്തുതിക്കേണ്ടതായ നാവുകൊണ്ട് മറ്റു മനുഷ്യരെ പ്രകീർത്തിച്ചിട്ടുണ്ടോ? എങ്കിൽ നീ അനുദപിക്കണം സഹോദര. യേശുവിനെ പുകഴ്ത്തി പറയേണ്ട നാവുകൊണ്ട് നീ സാക്ഷ്യം പറയുമ്പോഴും വചനം പറയുമ്പോഴും ഏതെങ്കിലും മനുഷ്യരെയോ ദൈവപുരുഷന്മാരെ കൊണ്ടുവന്നിട്ടുണ്ടോ? നീ ആ അന്താരാധനയിലെ പിടിയിൽ അകപ്പെട്ടവരായി പോയിരുന്നു. ദൈവമാണ് നിന്നെ രക്ഷിച്ചതുകൊണ്ട് മറ്റു ചില കൂട്ടായ്മകളിൽ നിന്നെല്ലാം വിടുവിച്ചുകൊണ്ട് വന്നത് നീ മറക്കരുത്. ദൈവത്തിന് മഹത്വം. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന് മഹത്വം. നിങ്ങളുടെ സുവിശേഷ പ്രസംഗങ്ങളിൽ നിങ്ങൾ ആരെയാണ് ഉയർത്തുന്നത്? നിങ്ങൾക്ക് വേണ്ടി അറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടിനെയോ, അതോ മോശയെയോ, ഏലിയാവിനെയോ, അബ്രഹാമിനെയോ, ഇസ്ഹാക്കിനെയോ? അവരെല്ലാം ശ്രേഷ്ഠ പിതാക്കന്മാർ തന്നെയാണെങ്കിലും യേശുവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അവരെല്ലാം കുമ്പിട്ട് വീണ സദസ്സിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലാകുകയുള്ളൂ. യേശുവിന് പകരം മോശയ്ക്ക് കുടിലുണ്ടാക്കല്ലേ. യേശുവിന് പകരം മറ്റു മനുഷ്യർക്കാർക്കും കുടിലുണ്ടാക്കാൻ നോക്കല്ലേ. അത് അന്താരാധനയാണ്. പിശാചിൻ്റെ ഒന്നാമത്തെ തന്ത്രമാണ് യേശുവിൽ നിന്നുള്ള നോട്ടം മാറ്റുക എന്നുള്ളത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നാം ആരെയാണ് ആരാധിക്കേണ്ടത്? നാം യേശുവിനായിട്ടാണോ കാത്തിരിക്കുന്നത്? ദൈവത്തിന് മഹത്വം.
അപ്പോസ്തല പ്രവർത്തികളിൽ പറയുന്നുണ്ട് ഉത്തമന്മാരായ ബെരോവക്കാരെ കുറിച്ച്. 17-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം 10-11 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, അവർ തിരുവെഴുത്തുകളെ പരിശോധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. തിരുവെഴുത്തുകൾ അറിയാത്തതുകൊണ്ട്, ദൈവശക്തി അറിയാത്തവരുകൊണ്ടാണ് നമ്മൾ തെറ്റിപ്പോകുന്നത്. തിരുവെഴുത്ത് അറിയണമെങ്കിൽ നിങ്ങൾ വചനം നിരന്തരമായിട്ട് കേൾക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബവും കബളിക്കപ്പെട്ടു പോകും. ആത്മീയ പ്രസ്ഥാനങ്ങളിൽ പോലും തെറ്റിക്കുന്നവരുണ്ട്. ഒരു പണപ്പെരുവം നടത്താതെ, ആരുടെ ഒരു മനുഷ്യൻ്റെയും പേര് ഉയർത്താതെ യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രം ചൂണ്ടിക്കാണിക്കുന്ന കൂട്ടായ്മകളിലാണോ നിങ്ങൾ വരുന്നതെന്ന് പരിശോധിക്കണം. പ്രിയമുള്ളവരെ, വായിക്കാം. സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. ബെരോവക്കാർ തെസ്സലോനിക്കയിലുള്ളവരെക്കാളും ഉത്തമന്മാരായിരുന്നു. എന്തുകൊണ്ട്? അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അവർ ദിനംപ്രതി തിരുവെഴുത്തുകളെ അങ്ങനെ തന്നെയാണോ, ഇവർ പറയുന്നത് സത്യമാണോ എന്ന് പരിശോധിച്ചിരുന്നു. അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത് സംശയിച്ചതുകൊണ്ടുമല്ല, വചനവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കണം. വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഞാൻ ഈ പ്രസംഗം കേൾക്കുന്നത്? തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇവർ പ്രസംഗിക്കുന്നത്? അല്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ നാം ഉണരണം. പ്രിയമുള്ളവരെ, ദൈവത്തിന് മഹത്വം. വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പിന്നെയും പറയുന്നുണ്ട്, യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഏതാത്മാവിനെയും വിശ്വസിക്കരുത്, ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് പരിശോധിക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. പ്രവാചകന്മാർ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ വിവേചിക്കണമെന്ന് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 14-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളാരും വഞ്ചിക്കപ്പെട്ടു പോകരുത്. യേശുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ മുന്നറിയിപ്പായിട്ട് കർത്താവ് പറയുകയാണ്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചോളുവിൻ. നോട്ടം ക്രിസ്തുവിൽ നിന്ന് മാറരുത്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്ന സമയത്ത് നിങ്ങളുടെ നോട്ടം മാറിപ്പോയിട്ടുണ്ടോ? നിങ്ങളുടെ വഴി പരിശോധിക്കണം. നിങ്ങൾ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിലൂടെയാണോ യാത്ര ചെയ്യുന്നത്? നിങ്ങൾ ഏതു വാതിലൂടെയാണ് പ്രവേശിക്കാൻ നോക്കുന്നത്? ഇടുക്കുവാതിലൂടെയാണോ? ദൈവത്തിന് മഹത്വം. പ്രിയമുള്ളവരെ, പല സുവിശേഷങ്ങൾ പറയുന്നവരുണ്ട്, അഭിവൃദ്ധിയുടെ സുവിശേഷം പറയുന്നവരുണ്ട്, അനുഗ്രഹത്തെക്കുറിച്ചെല്ലാം കൊട്ടിഘോഷിച്ച് നടക്കുന്ന സുവിശേഷന്മാർ ണ്ട്. എന്നാൽ ക്രിസ്തുവിലൂടെയുള്ള അല്ലാതെ അനുഗ്രഹമില്ല എന്നറിഞ്ഞുകൊള്ളുവിൻ. ക്രിസ്തുവിനെ നോക്കുക. മറ്റാരും നിങ്ങളെ രക്ഷിച്ചിട്ടില്ല. യേശുവാണ് നിങ്ങൾക്ക് വേണ്ടി അടിയേറ്റത്. യേശുവാണ് നിങ്ങൾക്ക് വേണ്ടി നിന്നേറ്റത്. യേശുവാണ് നിങ്ങൾക്ക് വേണ്ടി പീഡയേറ്റത്. യേശുവാണ് നിങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ട് ഗോകുൽത്തായിൽ അടി കൊണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ആ കുരിശിലേക്ക് നോക്കാം. അവിടെ നിങ്ങളുടെ രക്ഷകൻ കിടപ്പുണ്ട്. പ്രിയമുള്ളവരെ, 2 കള്ളന്മാരുടെ മധ്യത്തിൽ കിടക്കുന്ന ആ ദുഷ്പ്രവർത്തിക്കാരനെ പോലെ കുരിശിലും കിടക്കുന്നവനാണ്. നിങ്ങൾക്ക് വേണ്ടി അടികളും നിന്നയും പീഡയും ഏറ്റുകൊണ്ട്, രക്തം ഇറ്റിറ്റ് വീണുകൊണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് നിലവിളിച്ചുകൊണ്ട് കിടക്കുന്നത്. അവനെ ദൈവം കൈവിട്ടത് നിനക്ക് വേണ്ടിയിട്ടാണ് നീ അറിയുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രഭാതത്തിൽ നിങ്ങൾ പറയുക, ഇപ്പോൾ നീ ഈ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പറയുക, എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിന്റെ സാക്ഷിയായിട്ട് ജീവിച്ചോളാം. തെറ്റിപ്പോകുന്ന പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പിശാചിന്റെ കെണിയിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ തീരുമാനമെടുക്കുകയാണ്. എൻ്റെ യേശുവിനെ ഞാൻ വഞ്ചിക്കുകയില്ല. കർത്താവേ, നിന്നെ പിൻപറ്റിക്കൊണ്ട് ഞാൻ നിന്നുകൊള്ളാം. പിശാചിന്റെ പിന്നാലെ, ലോകത്തിന്റെ പിന്നാലെ, അശുദ്ധിയുടെ പിന്നാലെ, രോഗസുഖങ്ങളുടെ പിന്നാലെ, പാപസുഖ മോഹങ്ങളുടെ പിന്നാലെ ഞാൻ പോകുകയില്ല. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് എന്നെ ഭരിക്കാൻ ഇടവരരുതേ. പരിശുദ്ധാത്മാവേ, എൻ്റെ മേൽ വരണമേ. യേശുവിൻ്റെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ. എന്നെ പുതിയ സൃഷ്ടിയാക്കണമേ. ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ വകയായിട്ട് ജീവിച്ചോളാം. എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വകയായിട്ട് ജീവിച്ചോളാം. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇന്നീ സമയം ഞങ്ങളോട് ഇടപെട്ടതിനെ ഓർത്തപ്പാൻ നിങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോ ഞങ്ങളുടെ കുടുംബങ്ങളോ തെറ്റിപ്പോകാതെ വണ്ണം, ഞങ്ങളുടെ കൂട്ടായ്മയോ ഞങ്ങളുടെ കൂട്ടായ്മയിൽ വരുന്ന വചനം കേൾക്കുന്നവരോ തെറ്റിപ്പോകാതെ വണ്ണം കർത്താവേ, നിങ്ങൾ ഇത്രത്തോളം നടത്തിയതിനായി സ്തോത്രം. കർത്താവേ, യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന കൂട്ടായ്മയിലെ അംഗമാവാനുള്ള മഹാഭാഗ്യം തന്നതിനായി സ്തോത്രം. യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ, യേശുവിനെ മാത്രം ആരാധിക്കുവാൻ, യേശുവിൽ മാത്രം ആശ്രയിക്കുവാൻ കർത്താവേ, നീ കൃപ തരണമേ. നിന്റെ 2ാമത്തെ വരവെങ്കിൽ വിശുദ്ധന്മാരോടൊപ്പം പറക്കുവാനുള്ള മഹാഭാഗ്യം തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേട്ട ഉത്തരം തരുമാറാകണമേ. ആമേൻ.